കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അർജുൻ ഒരുപാട് ഭയങ്കര ഭീകര സംഭവങ്ങൾ മിസ്സാക്കുന്നുണ്ട്. പക്ഷെ ഐ തിങ്ക് ഇന്നത്തെ ദിവസത്തിനെ പറ്റിയിട്ടായിരിക്കും അർജുന് ഏറ്റവും അധികം ഫോമോ ഉണ്ടാവുക. സോ അർജുൻ യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് യു, ഈ എനർജി അങ്ങോട്ട് എത്തുന്നുണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. ജെന്യുവൻലി എനിക്ക് സംസാരിക്കണമെന്നൊന്നുമില്ലായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ ഇതുവരെ സംസാരിച്ച ആൾക്കാരൊക്കെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിരിക്കുകയായിരുന്നു. ഇത് ചട്ടാപ്പച്ചയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്ക പങ്കെടുക്കുന്ന ഒരു ചടങ്ങെന്നുള്ള രീതിയിലുള്ള എക്സൈറ്റ്മെന്റിലാണ് വന്നത്. പക്ഷേ ഐ തിങ്ക് അതിന് ഇതുവരെ കിട്ടിയിട്ടുള്ള ഗ്രേറ്റസ്റ്റ് വാല്യൂ ഹാസ് ബീൻ ഈ ചെറിയ കഥകൾ, ദീസ് അനക്ഡോട്ട്സ് ദാറ്റ് വി ഡിഡ്ന്റ് നോ, കണക്ടിങ് ഓൾ ഓഫ് ദീസ് പീപ്പിൾ ടു മമ്മൂക്ക. ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന, ഒരുപാട് ആദരിക്കുന്ന, ഒരുപാട് ബഹുമാനിക്കുന്ന ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. എൻ്റെ പേഴ്സണൽ ജേർണിയിലും കൂടെ അതെങ്ങനെ സംഭവിച്ചോന്നും അറിയില്ല, ഭയങ്കര വലിയ മൈൽ സ്റ്റോൺസ് വന്നിട്ടുള്ള ആൾക്കാരാണ്. സിബ് സാറ്, വിജയ് ബാബു ചേട്ടൻ ഇപ്പൊ കാണുന്നില്ല, പക്ഷെ എൻ്റെ തുടക്കത്തിൽ എൻ്റെ പ്രൊഡ്യൂസറായിരുന്നു. എസ് സോമൻ സാറ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ രണ്ടുപേരുടെ ആദ്യം അഭിനയിച്ച സിനിമ ഒന്നാണ് പുതിയ നിയമം എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് മമ്മൂക്കയുടെ. അതിൽ സാർ ഒരു ചെറിയ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. സോ താങ്ക് യു ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഫോർ ബീയിങ് ഹിയർ. ഒരിക്കലും മറക്കാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും ഈ രാത്രി എൻ്റെ ലൈഫിൽ എന്നും. That much I can say. It's already gone. And we are also very happy. Art റോഷനെ മാസ് റോഷനായി കാണാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. So that is something spectacular. I think it will change your trajectory and give you options in it. Hopefully. I mean like ഒത്തിരി പേർക്കുണ്ട് നന്ദി പറയാം. പക്ഷേ ഫസ്റ്റ്ലി ടു അത്ലീറ്റ്, ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്തതിന് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു ഡയറക്ടർ ചെയ്തിട്ട് നടക്കും. ആൻഡ് ഫോർ ഷിഹാന്റെ ഈ പ്രോജക്റ്റിലുള്ള വിശ്വാസവും ഷിഹാന്റെ എനർജിയും കാരണം ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട്. ദ ബിഗസ്റ്റ് ഓഫ് ദാറ്റ് ബീങ് മമ്മൂക്ക. ഞാൻ അധിക പ്രശ്നമാവില്ലെങ്കിൽ എൻ്റെ ഒരു അനക്ഡോട്ടും കൂടെ പറഞ്ഞു. ഞാൻ പുതിയ നിയമത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുമ്പോൾ എൻ്റെ 2-മത്തെയോ 3-മത്തെയോ ദിവസമാണ് മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ ഷൂട്ട് ഡേ. അതിനു മുമ്പ് ഞാൻ നാടകങ്ങൾ മാത്രമേ ചെയ്തിരുന്നത്, കുറച്ച് പരസ്യങ്ങൾ, അങ്ങനെ ക്യാമറയുടെ മുമ്പിൽ കുറച്ച് ചെറിയ പരിപാടികൾ. അപ്പൊ അതിനു മുമ്പ് ഒരു 2 ദിവസം ഷൂട്ട് ചെയ്തപ്പം എന്തോ അങ്ങോട്ട് ശരിയാവാത്ത പോലെ തോന്നി. അഭിനയിക്കുന്നതിനകത്ത് എന്തോ സെറ്റ് ആവുന്നില്ല. അപ്പൊ നമുക്ക് പേടിയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഈ പരിപാടി നേരത്തെ ചെയ്തിട്ടില്ല, സിനിമയായിട്ട് യാതൊരു രീതിയിൽ ബന്ധമില്ലാത്ത ഒരാളായിരുന്നു, സിനിമ ആഗ്രഹിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കി ചിലപ്പോൾ നമ്മുടെ, കാരണം എ കെ സാറാണ് ഡയറക്ട് ചെയ്തത്, സാർ പറഞ്ഞു ഓക്കെയാണ്, എവിടെയോ ഒന്ന് സെറ്റിൽഡ് അല്ലാത്തൊരു ഫീലിംഗ് വന്നു. അപ്പൊ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഇതിൽ വേറെയും ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടല്ലോ, നാടകം പോലെ ഇത് പെർഫോം ചെയ്യുന്നിടത്തല്ലല്ലോ ഇത് ഓഡിയൻസിലേക്ക് എത്തുന്നത്, ഇതിൽ ഇനി എഡിറ്റിംഗ് ഉണ്ട്, പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, അതിലൊക്കെ ആയിട്ട് ഇത് ശരിയായിക്കോളും എന്ന് വിചാരിച്ചു. 2-മത്തെ 3-മത്തെ ദിവസം മമ്മൂക്കയായിട്ടുള്ള ആദ്യത്തെ കോമ്പിനേഷൻ സീൻ വന്നു. അപ്പൊ എന്റെ സജഷനിൽ മമ്മൂക്കയുടെ ഒരു ഷോട്ട് വന്നു. മമ്മൂക്ക അതിൽ പെർഫോം ചെയ്ത് ഓക്കെ ടേക്ക്, ഞാൻ ഈ ദൂരത്തിൽ നിന്ന് കാണാം മമ്മൂക്ക പെർഫോം ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ തെറ്റാ, ഈ ചെയ്യുന്ന സാധനം ചെയ്യുന്ന സമയത്ത് തന്നെ ഭയങ്കര കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യണം. കാരണം നമുക്ക് അന്ന് പെർഫോം ചെയ്തപ്പോൾ അതിനകത്ത് ആ കഥയിൽ അതുവരെ സംഭവിച്ച കാര്യങ്ങളും ആ കഥാപാത്രവും അതിന്റെ ഓരോ മൊമെന്റിൽ അലൈവായിട്ടുണ്ടായിരുന്നു. ഇത് 2015 അവസാനമാണ് സംഭവിക്കുന്നത്, പുതിയ നിയമത്തിന്റെ ഷൂട്ട്. അത് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഇത്രയും വർഷവും അന്ന് ആ സംഭവിച്ച കാര്യം ഹാസ് ഗിവൺ മീ എ ഗോൾ ടു വർക്ക് ടുവേർഡ്സ് ദാറ്റ്. ഇനി സിനിമ ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് വാട്ട് യു എയിം ഫോർ. 10 കൊല്ലം കഴിഞ്ഞ് ഞാൻ ചത്താപ്പച്ച എന്നുള്ള സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും വാട്ട് വി സൈൻഡ് അപ്പ് ഫോർ വാസ് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ക്യാമിയോ. മമ്മൂക്ക അവിടെ വന്ന് നിന്നത് ഈ കഥയിൽ നമ്മൾ സർക്കസുകാരനും ഗുസ്തിക്കാരനും എന്നൊക്കെ പറയുന്ന വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രമായിട്ട്. He didn't come there as the superstar that he is. He came there as a character that he wanted to play. അത് ഇനി ഒരുപാട് വർഷങ്ങൾ മുമ്പോട്ട് it's something that I will carry again as a goal. So I feel really blessed that this has happened. Thank you so much. I think